Hi dear students, പ്രൊട്ടക്ഷനിസം vs ഫ്രീ ട്രേഡ് എന്ന പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്ഷനിസം. എന്താണ് പ്രൊട്ടക്ഷനിസം എന്നാണ്. പ്രൊട്ടക്ഷനിസം ഈസ് ദ പ്രാക്ടീസ് ഓഫ് നാഷൻസ് to protect domestic industries and their workers by providing subsidies for their production and imposing tariff on competing foreign product. എന്താണ് പ്രൊട്ടക്ഷനിസം? ഇത് ഓരോ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉൽപാദനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സബ്സിഡികളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തിക്കൊണ്ടാണ് ഇവിടെ പ്രൊട്ടക്ഷനിസം നടപ്പാക്കുന്നത്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളെ സംരക്ഷിക്കാനാണ് ഈ ഒരു പ്രൊട്ടക്ഷനിസം നടപ്പിലാക്കുന്നത്. They believe that without this protection, infant industries will die before they reach a size and age. ഇത് നടപ്പിലാക്കുന്നത് ചെറുകിട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പുതുതായി തുടങ്ങുന്ന ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ കൂടുതൽ വലിയ ടെക്നോളജികളൊന്നും ഇല്ലാത്ത സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടങ്ങുകയും ആ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് പരമാവധി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ് പ്രൊട്ടക്ഷനിസത്തിലൂടെ ചെയ്യുന്നത്. ഇതിലൂടെ പ്രൊട്ടക്ഷനിസത്തിലൂടെ മറ്റു കമ്പനികളെ ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിദേശ കമ്പനികളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ ചെറു കമ്പനികൾ, പുതുതായി തുടങ്ങുന്ന ഇൻഡസ്ട്രീസുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. Where economies of scale, industrial infrastructure and skill in manufacturing have progressed sufficiently to allow the industry to compete in global market. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വളരാൻ പറ്റുന്ന തരത്തിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി അടുത്തതായി പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രൊട്ടക്ഷനിസം. ഇവിടെ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഫേവറായിട്ട് അനുകൂലമായി പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്. ദിസ് പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ ഹാസ് ബീൻ വെൽ എക്സ്പ്രസ്ഡ് ഇൻ ഫോളോയിങ് വേർഡ്സ്: നർച്ചർ ദ ബേബി, പ്രൊട്ടക്ട് ദ ചൈൽഡ് ആൻഡ് ദ ഫ്രീ ദ അഡൽറ്റ്. അഥവാ എന്താണ്, ഒരു ബേബി ഇൻഡസ്ട്രി അല്ലെങ്കിൽ പുതുതായി തുടങ്ങിയിട്ടുള്ള ജനനം കൊടുത്തുള്ള ഒരു ഇൻഡസ്ട്രീസിനെ വളരെയധികം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ചൈൽഡ് ഇൻഡസ്ട്രീസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മറ്റു കമ്പനികളുടെ കോമ്പറ്റീഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീ ദ അഡൽറ്റ്, അഡൽറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മെച്യൂർഡ് ആവാൻ സാധ്യതയുള്ള കമ്പനികളെ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജനനം മുതൽ അഡൽറ്റ് പ്രായം വരെയുള്ള സമയങ്ങളിൽ ആവശ്യം വരുന്ന പ്രൊട്ടക്ഷൻ അതുപോലെയാണ് ഇവിടെ കമ്പനികൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. മറ്റൊന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ ആർഗ്യുമെൻറ്റ്സ്. An economy that depends on very limited numbers of industries is subject to many risks. A depression or recession in these industries will affect the economy. വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എക്കോണമിയെയും നല്ല രൂപത്തിൽ അനുകൂലമായി ബാധിക്കുന്നുണ്ട്. ഇംപ്രൂവിങ് ദ ടേംസ് ഓഫ് ട്രേഡ്. Terms of trade can be improved by imposing import duty or quota. ഇമ്പോർട്ട് ഡ്യൂട്ടി പോലെയുള്ള താരിഫുകൾ ചുമത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവിങ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബൈ restricting import, a country may try to improve its balance of payment. ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഡംപിങ്. Protection is also restored
ടു ആസ് ആൻറ്റി ഡംപിങ് മെഷേഴ്സ്. എന്താണ് ആൻറ്റി ഡംപിങ്? നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. എന്നാൽ വൻകിട കമ്പനികൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് വലിയ എമൗണ്ടിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് പ്രൊഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഒരുപാട് സപ്ലൈ വരുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോസ്റ്റ്, ആ കോസ്റ്റിനേക്കാൾ വളരെ വില കുറഞ്ഞൊരു എമൗണ്ടിനെ വില കുറച്ചുകൊണ്ടായിരിക്കും ഇവിടെ മറ്റു കമ്പനികളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. ഇതാണ് ആൻറ്റി ഡംപിങ് എന്ന് പറയുന്നത്. ഇതിനെതിരെ എന്ത് ചെയ്യുന്നു, ഈ പ്രൊട്ടക്ഷനിസം ഇതിന് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതെ നോക്കുന്നു. അതുപോലെ തന്നെ ബാർഗെയിനിങ്. എ കൺട്രി വിച്ച് ഓൾറെഡി ഹാസ് എ താരിഫ് ക്യാൻ യൂസ് ഇറ്റ് ആസ് എ മീൻസ് ഓഫ് ബാർഗെയിനിങ് ടു ഒബ്റ്റെയിൻ ഫ്രം അതർ കൺട്രി ലോവർ ഡ്യൂട്ടീസ് ഓൺ ഇറ്റ്സ് എക്സ്പോർട്സ്. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ താരിഫിൻ്റെ കാര്യത്തിൽ ബാർഗെയിനിങ് നടന്നുകൊണ്ടായിരിക്കും ഓരോ കമ്പനികളും നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ആർഗ്യുമെൻറ്റ്. പ്രൊട്ടക്ഷൻ ഹാസ് ഓൾസോ been advocated as a measure to stimulate domestic economy and expand the employment opportunity. ഡൊമസ്റ്റിക് എക്കോണമി ഇവിടെ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഇവിടെ പ്രൊട്ടക്ഷനിസം നടപ്പിലാക്കുന്നതിലൂടെ വളരുന്നുണ്ട്. അടുത്തതാണ് key industry argument. A country should develop its own key industry because the development of the other industry depend on these key industries. ഇവിടെ keys industries ഇവിടെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കീസ് ഇൻഡസ്ട്രീസിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും മറ്റുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള കീസ് ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ്. സർട്ടൻ ഇൻഡസ്ട്രീസ് വിൽ ഹാവ് ടു ഡെവലപ്പ് ഡൊമസ്റ്റിക്കലി ഡ്യൂ ടു സ്ട്രാറ്റജിക് റീസൺസ്. എന്ത് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് സൈസ് ഓഫ് ദി ഹോം മാർക്കറ്റ്. പ്രൊട്ടക്ഷൻ വിൽ എൻലാർജ് ദ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക്കലി. ഇവിടെ നമ്മുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതാണ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, അതിലൂടെ മാർക്കറ്റ് എൻലാർജ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. മറ്റൊന്നാണ് ഈക്വലൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഹെൽപ്പ് ഇൻ ഈക്വലൈസിങ് ദ ലോവർ കോസ്റ്റ് ഓഫ് ഫോറിൻ പ്രൊഡക്റ്റ്. ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കോസ്റ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഡ്യൂട്ടീസ് ഈടാക്കുന്നതിലൂടെ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഈക്വലായി വരുന്നു. മറ്റൊന്നാണ് പാട്രിയോട്ടിസം. എവറി സിറ്റിസൺ ഷുഡ് പ്രിഫർ ഡൊമസ്റ്റിക് ഗുഡ്സ് ടു ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സിനേക്കാൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എല്ലാ പൗരന്മാർക്കും ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷനിസം. എ പ്രൊട്ടക്ഷൻ ഈസ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമർ ആസ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് പ്രൈസ് ആൻഡ് റെഡ്യൂസ് വെറൈറ്റി ആൻഡ് ചോയ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ പ്രൊട്ടക്ഷനിസം നടപ്പിലാക്കുന്നത്. കാരണം അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ചോയ്സ് ഉള്ള പ്രൊഡക്റ്റുകളെല്ലാം കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നു. മറ്റൊന്നാണ് പ്രൊട്ടക്ഷൻ മേക്ക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ലെസ് ക്വാളിറ്റി കോൺഷ്യസ്. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോൺഷ്യസ് ആവില്ല. കാരണം ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നതും ലെസ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് എൻകറേജ് ഡൊമസ്റ്റിക് മൊണോപ്പൊളീസ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുത്തക കമ്പനികൾ ഇവിടെ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ് ഫേം മേ ഫീൽ സെക്യൂർ അണ്ടർ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് ഡിസ്കറേജ് ഇന്നോവേഷൻസ്.
ഇവിടെ ഇനഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്ന, കാര്യക്ഷമമില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും ഇവിടെ സെക്യൂർ ആയിട്ട് പ്രവർത്തിക്കുന്നു. കാരണം അവർ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഇറക്കി കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് ഡിമാൻഡ് ഉണ്ടാവുന്നു. അവർക്ക് യാതൊരുവിധ നഷ്ടവും എന്ത് ചെയ്യുന്നില്ല, നേരിടേണ്ടി വരുന്നില്ല. മാത്രമല്ല പുതുതായിട്ടുള്ള ഇന്നോവേഷൻസ് ഒന്നും അവർ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. മറ്റൊന്നാണ് പ്രൊട്ടക്ഷൻ ലീവ് ദ അരീന ഓപ്പൺ ടു കറപ്ഷൻ. ഇവിടെ അഴിമതി ഉണ്ടാവാനുള്ള ഒരു വലിയ ഗോത തന്നെയാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റൊന്നാണ് ഇറ്റ് റെഡ്യൂസ് ദ വോളിയൂം ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിൻ്റെ വോളിയം വളരെയധികം ഇവിടെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ലീഡ്സ് ടു അൺഎക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. വേൾഡ് റിസോഴ്സസിനെ ഇവിടെ നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റൊരു പ്രശ്നമാണ് പ്രൊട്ടക്റ്റഡ് ഇൻഡസ്ട്രീസ് ടെൻഡ് ടു ബിക്കം നെഗ്ലിജൻറ്റ്. പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. കാരണം പ്രൊട്ടക്റ്റഡ് ഏരിയയിൽപ്പെട്ട ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു സാഹചര്യം വരുന്നു, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്നു. ഇനി നമ്മൾ പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഡിവൈസസുകളാണ്. എങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കുന്നത്? താരിഫ്, കോട്ടാസ്, എക്സ്ചേഞ്ച് കൺട്രോള്, സ്റ്റേറ്റ് ട്രേഡിങ്, സബ്സിഡീസ്, ഡംപിങ്, കമ്മ്യൂണിറ്റി അഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ഫ്രീ ട്രേഡ്. എന്താണ് ഫ്രീ ട്രേഡ്? ഫ്രീ ട്രേഡ് മീൻസ് unrestricted purchase and sale of goods and services between countries without the imposition of constraints such as tariff, quotas and other restrictions. എന്താണ് ഫ്രീ ട്രേഡ്? താരിഫ്, കോട്ടാസ് പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ വ്യത്യസ്ത രാജ്യങ്ങളിൽ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നതിനെയാണ് ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. അഥവാ വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിൽ പർച്ചേസിങ്ങും സെല്ലിങ്ങും നടത്തുന്നു, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പർച്ചേസിങ്ങും സെല്ലിങ്ങും നടത്തുന്നു. അവർക്കിടയിൽ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ താരിഫോ കോട്ടാസ് പോലെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും അവിടെ ഉണ്ടാവുന്നില്ല. According to Adam Smith, the terms of free trade is used to denote that system of commercial policy. It is a commercial policy which draws no distinction between domestic and foreign commodities. ഇവിടെ വിദേശ ഉൽപ്പന്നമെന്നോ സ്വദേശ ഉൽപ്പന്നമെന്നോ വ്യത്യാസമില്ലാതെ ട്രേഡിംഗ് നടത്തുകയാണ് ഫ്രീ ട്രേഡിലൂടെ നടക്കുന്നത്. ആൻഡ് therefore neither imposes additional burden on the latter nor grant any special favor to the former. ഇങ്ങനെയുള്ള അഡീഷണൽ ബേർഡൻ ഒക്കെ ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഫ്രീ ട്രേഡിലൂടെ സംഭവിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഫ്രീ ട്രേഡ് എന്തൊക്കെയാണ്? ഫ്രീ ട്രേഡിൻ്റെ ഫീച്ചേഴ്സുകളായിട്ട് പറയുന്നത്, ഒന്ന്, ട്രേഡ് ഓഫ് ഗുഡ്സ് വിതൗട്ട് ടാക്സ്. ഇവിടെ ഗുഡ്സുകൾ ടാക്സ് ഇല്ലാതെയാണ് ട്രേഡ് ചെയ്യുന്നത്. താരിഫ് ഒന്നുമില്ലാതെ, മറ്റു ട്രേഡ് ബാരിയേഴ്സ് ഒന്നുമില്ലാതെയാണ് ഇവിടെ ട്രേഡിംഗ് നടക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ട്രേഡ് ഇൻ സർവീസ് വിത്തൗട്ട് ടാക്സസ് ഓർ അതർ ട്രേഡ് ബാരിയേഴ്സ്. സർവീസ് ആണെങ്കിലും ഇവിടെ എന്താണ്, ടാക്സോ മറ്റു ബാരിയേഴ്സോ ഇല്ലാതെയാണ് നടത്തുന്നത്. ദ ആബ്സെൻസ് ഓഫ് ട്രേഡ് ഡിസ്ട്രോട്ടിംഗ് പോളിസീസ്. ഇവിടെ ട്രേഡ് എന്ത് ചെയ്യുന്നു, പോളിസികളെല്ലാം ഇല്ലാതെയാക്കുന്നു. അതുപോലെ തന്നെ അൺറെഗുലേറ്റഡ് ആക്സസ് ടു മേക്ക് മാർക്കറ്റ്സ്. മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനോ എക്സിറ്റ് ആവണോ യാതൊരു തരത്തിലുമുള്ള റെഗുലേഷനും നിലവിലില്ല. അതുപോലെ തന്നെ ഇനബിലിറ്റി ഓഫ് ഫേം ടു ഡിസ്ട്രോട്ട് മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റുകളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്താണ് കഴിവുള്ള ട്രേഡിംഗ് സ്ഥാപനങ്ങൾ, പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഇവിടെ എൻട്രി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ട്രേഡ് ആർഗ്യുമെൻറ്റ്സ് വിച്ച് എൻകറേജ് ഫ്രീ ട്രേഡ്. ഇവിടെ എന്താണ്, ട്രേഡ് അഗ്രിമെൻറ്റുകൾ ഫ്രീ ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
ഇനി അടുത്തത് പറയുന്നത് പ്രൊട്ടക്ഷനിസവും ഫ്രീ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. പ്രൊട്ടക്ഷനിസം ഈസ് the restrictions of trade with other nation in order to protect domestic industries. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് മറ്റു രാജ്യവുമായിട്ട് ഇവിടെ ഇടപാടുകൾ നടക്കുന്നത്. എന്നാൽ ഫ്രീ ട്രേഡ് ആണെങ്കിലോ, ഇറ്റ് ഈസ് ദ എലിമിനേഷൻ ഓഫ് ബാരിയേഴ്സ് ടു ട്രേഡ് ടു ക്രിയേറ്റ് ലാർജ് ഓപ്പൺ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് ഫ്രീ ട്രേഡിലൂടെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. മാത്രമല്ല മറ്റു ട്രേഡ് ബാരിയേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഫ്രീ ട്രേഡ് ഇവിടെ ആരംഭിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്രൊട്ടക്റ്റ് ലോക്കൽ ഫേം ഫ്രം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ആൻഡ് എക്കണോമിക് ചേഞ്ച് സച്ച് ആസ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ലോക്കൽ ഫേമുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു, ലോക്കൽ ഫേമുകളെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് പ്രൊട്ടക്ഷനിസത്തിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ ഫ്രീ ട്രേഡ് അലൗ എ കൺട്രി ടു റെൻ്റൽ ഫോക്കസ് ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഇമ്പോർട്ട് വേർ ഇറ്റ് ഈസ് വീക്ക്. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും വീക്ക് എന്താണോ അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ രാജ്യത്തിലേക്ക് അനുവദിക്കാനും ഇവിടെ ഫ്രീ ട്രേഡിലൂടെ സാധിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ്, എക്സാമ്പിൾസ് ഓഫ് പ്രൊട്ടക്ഷനിസം ആർ താരിഫ് കോട്ടാസ്, ട്രേഡ് ലെജിസ്ലേഷൻസ്, സബ്സിഡീസ് എക്സെട്ര. പ്രൊട്ടക്ഷനിസം നടപ്പിലാക്കുന്നത് താരിഫ് കോട്ടാസ്, ട്രേഡ് ലെജിസ്ലേഷൻസ്, സബ്സിഡീസ് എല്ലാം അലൗ ചെയ്തിട്ടാണ്. എന്നാൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഫ്രീ ട്രേഡിൽ യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു കോട്ടാസും ഇല്ല, ഒരു സബ്സിഡീസും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഒരുപോലെയുള്ള റൂളുകളായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ലീഡ് ടു എക്കണോമിക് ഡിക്ലൈൻ മേ ലീഡ് ടു വാർ. സ്വന്തം രാജ്യത്തുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് എങ്കിൽ എക്കണോമിക് കാര്യം അത് ഡിക്ലൈൻ ചെയ്യുന്നു. എക്കണോമിക്കലി അത് എന്താണ്, നല്ലൊരു കണ്ടീഷൻ അല്ല. അതെന്ത് ചെയ്യുന്നു, ഭാവിയിൽ യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു. മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്കും അത് കലാശിക്കുന്നു. എക്കോണമിക്കലി ബെനിഫിഷ്യൽ, ഫ്രീ ട്രേഡ് എക്കോണമിക്കലി ബെനിഫിഷ്യൽ ആണ്. ബട്ട് ദ ബെനിഫിറ്റ്സ് മേ ബി അൺഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ലീഡിങ് ടു സോഷ്യൽ അൺറസ്റ്റ്. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്ത് പോകുന്നതാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിന് മാത്രമായി ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. മറ്റൊന്നാണ് ലെസ് കോമ്പറ്റീവ് ഓവർ ടൈം. ഇവിടെ പ്രൊട്ടക്ഷനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നു. എന്നാൽ ഇവിടെ ഫ്രീ ട്രേഡ് ആണെങ്കിലോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ കൾച്ചറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം വിദേശ ട്രെൻഡുകളായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിലൂടെ കൾച്ചറിന് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് are the measures that government or public authorities introduce to make imported goods or services less competitive than locally produced goods and services. ഇവിടെ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് ആണ്, അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റീസിൻ്റെ മെഷേഴ്സുകളാണ്. ഇങ്ങനെയുള്ള മെഷേഴ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബാരിയേഴ്സ് ക്യാൻ ആൾസോ ബി ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ. ഫോർ എക്സാമ്പിൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഇൻ കണക്ഷൻ വിത്ത് ദ ട്രാൻസാക്ഷൻ. ഈ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓരോ രാജ്യത്തും ആ രാജ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ അഥവാ ഓരോ ട്രേഡിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ലൈസൻസിങ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി ആ രാജ്യം ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ട്രേഡ് ബാരിയേഴ്സിൽ പറയുന്നത്. ട്രേഡ് ബാരിയേഴ്സിൻ്റെ ടൈപ്സുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ബാരിയേഴ്സ് ആർ ഗവൺമെൻറ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇവിടെ എന്താണ്, ബാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ചുമത്തുന്ന റെസ്ട്രിക്ഷൻസ് ആണ്, ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് ബാരിയേഴ്സ് ആർ സംടൈം നോൺ ആസ് ഇമ്പോർട്ട് റെസ്ട്രെയിൻസ്. ഇതിനെ ഇമ്പോർട്ട് റെസ്ട്രെയിൻസും എന്നും പറയാറുണ്ട്. ദ ബാരിയേഴ്സ് ക്യാൻ
take many form tariff and non-tariff barriers to trade. രണ്ട് തരത്തിലാണ് ഈ ട്രേഡ് ബാരിയേഴ്സിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് താരിഫ് ബാരിയേഴ്സും മറ്റൊന്ന് നോൺ താരിഫ് ബാരിയേഴ്സും. ഇനി നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് താരിഫ് എന്താണ്. എന്താണ് താരിഫ്? എ താരിഫ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിൻ്റെയോ ഇമ്പോർട്ടിൻ്റെയോ മുകളിൽ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് ആണ് താരിഫ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് താരിഫാണ്. വ്യത്യസ്ത തരത്തിലുള്ള താരിഫുകളുണ്ട്. താരിഫ് ഈസ് എ ടാക്സ് ഓൺ പ്രോഡക്റ്റ് ദാറ്റ് മൂവ് അക്രോസ് ദ ബോർഡർ. ബോർഡർ കടന്നു പോകുന്ന ഗുഡ്സുകൾക്ക് മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് താരിഫ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് താരിഫ് ഈസ് കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ദ ഇമ്പോർട്ടിംഗ് കൺട്രി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു താരിഫാണ്. ഇമ്പോർട്ടിംഗ് കൺട്രി അഥവാ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചുമത്തുന്ന ടാക്സ് ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി. ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി. എ ടാക്സ് മേ ആൾസോ ബി ഇമ്പോസ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് കൺട്രി ഓൺ ഇറ്റ്സ് എക്സ്പോർട്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് കൺട്രികൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് വല്ലപ്പോഴും ചുമത്താറുണ്ട്. However, the government rarely impose tariff on export. വല്ലപ്പോഴുമാണ് അങ്ങനെ എക്സ്പോർട്ടിന് മുകളിൽ താരിഫ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബിക്കോസ് കൺട്രീസ് വാണ്ട് ടു സെൽ ആസ് മച്ച് ആസ് പോസിബിൾ ടു അതർ കൺട്രി. പരമാവധി മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യം ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരും ടാക്സ് അല്ലെങ്കിൽ താരിഫ് ഈടാക്കാറില്ല. ഏതൊക്കെയാണ് നമ്മുടെ താരിഫ് ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് സ്പെസിഫിക് ഡ്യൂട്ടി. When a fixed sum of money keeping in view the weight or measurement of a commodity is levied as tariff is known as specific duty. For instance, a fixed sum of import duty may be levied on the import on every barrels of oil in respective of quality and value. ക്വാളിറ്റിയോ വാല്യൂയോ ഒന്നും നോക്കാതെ തന്നെ ഒരു ഫിക്സഡ് സമ്മ് ടാക്സ് ഈടാക്കുന്ന ആ ഒരു ടാക്സിനെ നമ്മൾ സ്പെസിഫിക് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് അഡ്വലറം ഡ്യൂട്ടി. അഡ്വലറം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ദീസ് ഡ്യൂട്ടീസ് ആർ ലെവീഡ് അക്കോർഡിംഗ് ടു വാല്യൂ. വാല്യൂ കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ അഡ്വലറം ഡ്യൂട്ടി കണക്കാക്കുന്നത്. വെൻ ദ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഓഫ് കമ്മോഡിറ്റി ഈസ് ആഡഡ് ആസ് താരിഫ് ഈസ് നോൺ ആസ് അഡ്വലറം ഡ്യൂട്ടി. വാല്യൂവിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ടാക്സ് ഈടാക്കുകയും ആ ടാക്സിനെയാണ് നമ്മൾ അഡ്വലറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഇഗ്നോർ ദ കൺസിഡറേഷൻ ഓഫ് വെയ്റ്റ്, സൈസ് ഓർ വോളിയം ഓഫ് ക്യൂ കമ്മ്യൂഡിറ്റി. ഇവിടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വെയ്റ്റോ സൈസോ വോളിയമോ ഒന്നും നോക്കുന്നില്ല, അതിൻ്റെ വാല്യൂ മാത്രമാണ് നോക്കുന്നത്. വാല്യൂ കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ ടാക്സ് ഈടാക്കുന്നത്. അടുത്തതാണ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. എന്താണ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് അഡ്വലറം ഡ്യൂട്ടി ഓൺ സിംഗിൾ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ രണ്ടും അപ്ലൈ ചെയ്യുക. കമ്പൈൻഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഡ്യൂട്ടിയും അതുപോലെ അഡ്വലറം ഡ്യൂട്ടിയും അപ്ലൈ ചെയ്യുക. ഫിക്സഡ് സമ്മ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സും ഉണ്ടായിരിക്കും. അതിനെയാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി. The import duties which vary with the price of commodities are called sliding scale duty. എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത് എന്താണ്? കമ്മോഡിറ്റിൻ്റെ പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ദീസ് ഡ്യൂട്ടീസ് ആർ കൺഫൈൻഡ് ടു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആസ് ദെയർ പ്രൈസ് ഫ്രീക്വൻ്റ്ലി വേരി മോസ്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫാക്ടേഴ്സ്. സാധാരണ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനാണ് ഇങ്ങനെയുള്ള സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിൻ്റെ പ്രൈസ് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതിനെ സീസണൽ ഡ്യൂട്ടീസ് എന്നും പറയാറുണ്ട്. അടുത്തതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സെർട്ടൻ ഇമ്പോർട്ട് വേർ പ്രൊഡക്റ്റ് ആർ സബ്സിഡൈസ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് ഗവൺമെൻറ്. ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെൻറ് സബ്സിഡി ഇമ്പോർട്ട് ബിക്കം cheaper than domestic goods.
ഗവൺമെൻറ് സബ്സിഡീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചില പ്രൊഡക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നു. അങ്ങനെ ട്രേഡ് ചെയ്യുന്നതിലൂടെ ഡൊമസ്റ്റിക് ഗുഡ്സിനേക്കാൾ കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡ്യൂട്ടിയെയാണ് നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതാണ് റവന്യൂ താരിഫ്. എ താരിഫ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് റവന്യൂ ടു ഹോം ഗവൺമെൻറ് ഈസ് കോൾഡ് റവന്യൂ താരിഫ്. എന്താണ്? ഹോം ഗവൺമെൻറ്റിന് ഒരു വരുമാനമുണ്ടാക്കുന്ന ഒരു താരിഫാണ് റവന്യൂ താരിഫ്. ജനറലി എ താരിഫ് ഈസ് ഇമ്പോസ്ഡ് വിത്ത് വ്യൂ ടു ഏർണിംഗ് റവന്യൂ ബൈ ഇമ്പോസിംഗ് ഡ്യൂട്ടി ഓൺ കൺസ്യൂമർ ഗുഡ്സ്, particularly on luxury goods whose demand from the rich is inelastic. ഇവിടെ ലക്ഷറി ഗുഡ്സ് ആയിട്ടുള്ള ഗുഡ്സുകൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സുകൾ ഇതിൻ്റെ മുകളിലാണ് റവന്യൂ താരിഫ് ഈടാക്കുന്നത്. ഇത് ഗവൺമെൻറ്റിന് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ലക്ഷറി ഗുഡ്സിൻ്റെ മുകളിലാണ് ഇത് കൂടുതലായിട്ടും ഈടാക്കുന്നത്. അടുത്തതാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. At time, exporters attempt to capture the foreign market by selling goods at rock bottom price. Such a practice is called dumping. റോക്ക് ബോട്ടം പ്രൈസിൽ ഗുഡ്സുകൾ ഫോറിൻ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുന്നതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. അഥവാ റോക്ക് ബോട്ടം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺട്രിയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ചെലവിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ എന്ത് ചെയ്യുന്നു, വിദേശ കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കൊരിക്കലും ഇവിടെയുള്ള കമ്പനികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസ് ആയിരിക്കും. കാരണം അവരുടെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസിനാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തെയാണ് നമ്മൾ ഡംപിംഗ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ദ ഡംപിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ് വിത്ത് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഒരിക്കലും തന്നെ ഈ ഇമ്പോർട്ടഡ് ഗുഡ്സുമായി കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. To offset anti-dumping effect, duties are levied additional to normal duty. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഡ്യൂട്ടി ലെവി എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഗുഡ്സിൻ്റെ മുകളിൽ ഈടാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനേക്കാൾ കുറയാത്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ പ്രൈസ് പിടിച്ചു നിർത്തുന്നു. അടുത്തതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം സ്റ്റിഫ് കോമ്പറ്റീഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, പ്രൊട്ടക്റ്റീവ് താരിഫ് ഈസ് ലെവീഡ് ഓൺ ഇമ്പോർട്ട്. നോർമലി എ വെരി ഹൈ ഡ്യൂട്ടി ഇമ്പോസ്ഡ് സോ ആസ് ടു either discourage import to make the import more expensive as that of domestic product. ഇവിടെ പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ടിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ചില പ്രൊഡക്റ്റുകളെ മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്കാണ് പ്രൊട്ടക്റ്റീവ് താരിഫ് ഈടാക്കുന്നത്. അഥവാ വളരെയധികം വലിയ എമൗണ്ട് താരിഫ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഈടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടിനെ അനുവദിക്കുന്നു. ഇതിലൂടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെയധികം കൂടുന്നു. ഇതിലൂടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് താരിഫ് ബാരിയേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നതാണ് നോൺ താരിഫ് ബാരിയേഴ്സ്. എ നോൺ താരിഫ് ബാരിയേഴ്സ് ഈസ് എനി ബാരിയർ അതർ ദാൻ താരിഫ്. താരിഫ് അല്ലാത്ത മറ്റെല്ലാ ബാരിയേഴ്സിനെയും നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നു. ദാറ്റ് റൈസസ് ആൻ ഒബ്സ്റ്റക്കിൾ ടു ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. ഓവർസീസ് മാർക്കറ്റിൽ ഗുഡ്സിൻ്റെ ഫ്രീ ഫ്ലോവിനെ തടസ്സം നിൽക്കുന്ന ബാരിയേഴ്സിനെയാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നോൺ താരിഫ് ബാരിയേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദ പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പ്രൈസിനെ ഒരിക്കലും തന്നെ ഈ നോൺ താരിഫ് ബാരിയേഴ്സ് ബാധിക്കുന്നില്ല. ബട്ട് ഓൺലി ദ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട്സ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്യുന്നു, ഈ നോൺ താരിഫ് ബാരിയേഴ്സ് ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴത്ത് പറയാൻ പോകുന്നതാണ് നോൺ താരിഫ് ബാരിയേഴ്സ്. അതിലൊന്നാണ് ക്വാട്ട സിസ്റ്റം. എന്താണ് ക്വാട്ട സിസ്റ്റം? അണ്ടർ ദിസ് സിസ്റ്റം എ കൺട്രി മേ ഫിക്സ് ഇൻ അഡ്വാൻസ് ദ ലിമിറ്റ് ഓഫ് ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് വുഡ് ബി പെർമിറ്റഡ് ഫോർ ഇമ്പോർട്ട് വേരിയസ് കൺട്രി ഡ്യൂറിങ് ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത സമയത്തേക്ക് നിശ്ചിത എമൗണ്ട്, നിശ്ചിത ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്റ്റ് മാത്രമേ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020-21 പീരീഡിലേക്ക് ഒരു 1,00,000 പ്രൊഡക്റ്റുകൾ മാത്രമാണ് സെർട്ടൈൻ കമ്പനിയുടെ അല്ലെങ്കിൽ സെർട്ടൈൻ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. Quota system can be divided into following categories. Tariff or customs quota. Certain specified quantities imports is allowed at a duty free or at a reduced rate of import duty. Additional import beyond the specific quantity are permitted only at increased rate of duty. താരിഫ് കോട്ട അല്ലെങ്കിൽ കസ്റ്റംസ് കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വരെ ഉള്ള പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്ക് റെഡ്യൂസ്ഡ് റേറ്റിലോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ടോ എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്പെഷ്യൽ റേറ്റിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഡ്യൂട്ടി ഈടാക്കുന്നു. അതാണ് താരിഫ് ഓർ കസ്റ്റംസ് കോട്ട എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് യൂണിലാറ്ററൽ കോട്ട. എന്താണ് യൂണിലാറ്ററൽ കോട്ട? ദ ടോട്ടൽ ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഈസ് ഫിക്സഡ് വിത്തൗട്ട് പ്രയർ കൺസൾട്ടേഷൻ വിത്ത് എക്സ്പോർട്ടിംഗ് കൺട്രി. എക്സ്പോർട്ടിംഗ് കൺട്രിയുടെ യാതൊരുവിധ അനുവാദവുമില്ലാതെ അല്ലെങ്കിൽ അവരോടുമായി കൺസൾട്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നു, ഇമ്പോർട്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. അതിനെയാണ് യൂണിലാറ്ററൽ കോട്ട എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബൈലാറ്ററൽ കോട്ട. ഇൻ ദിസ് കേസ് quotas are fixed after negotiation between quota fixing importing country and exporting country. ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും കയറ്റുമതി ചെയ്യുന്ന രാജ്യവും തമ്മിൽ പരസ്പര ധാരണയോടുകൂടി ഫിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് കോട്ട തീരുമാനിക്കുന്നു. അതിനെയാണ് ബൈലേറ്ററൽ കോട്ട എന്ന് പറയുന്നത്. മൾട്ടിലേറ്ററൽ കോട്ട എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് കൺട്രി ക്യാൻ കം ടുഗെദർ ആൻഡ് ഫിക്സ് കോട്ട ഫോർ ദി എക്സ്പോർട്ട് ആസ് വെൽ ആസ് ഇമ്പോർട്ട് ഫോർ ഈച്ച് കൺട്രി. കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ധാരണയിലെത്തുന്നു. ഈ രാജ്യങ്ങളിലേക്കുള്ള ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റി അവരെന്ത് ചെയ്യുന്നു, രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലേക്ക് പരസ്പരം എന്ത് ചെയ്യാം, ഇവർക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ലിമിറ്റും ഇവരെന്ത് ചെയ്യുന്നു, ഈ രാജ്യങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തേതാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കോട്ട സിസ്റ്റം ആയിരുന്നു. രണ്ടാമത്തേതാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്. മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇമ്പോസ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഇമ്പോർട്ട് ഐറ്റംസ്. പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടിന് പെർമിഷൻ കൊടുക്കുന്നു. ഇഫ് ദ ഇമ്പോർട്ടഡ് ഐറ്റം ഡു നോട്ട് കൺഫേം ടു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ് ദ ഇമ്പോർട്ട് ആർ നോട്ട് അലൗഡ്. എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡിനേക്കാൾ കുറഞ്ഞ സ്റ്റാൻഡേർഡിലെ പ്രൊഡക്റ്റുകളാണ് രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അനുവദിക്കുകയില്ല. മറ്റൊന്നാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ്. ഗവൺമെൻറ് ഇമ്പോസ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് ടു ദ ബൂസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസ്. ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് കണ്ടന്റുകൾ അല്ലെങ്കിൽ രാജ്യത്തേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊന്നാണ് പ്രൊഡക്റ്റ് ലാബലിംഗ്. സെർട്ടൈൻ നാഷൻസ് ഇൻസിസ്റ്റ് ഓൺ സ്പെസിഫിക് ലാബലിംഗ് ഓഫ് product. For instance, the European Union insists the product labeling in major language spoken in European such as formalities create problem for exporters. ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏത് രാജ്യത്തേക്കാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ ലാബലിംഗ് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നു. മറ്റൊന്നാണ് പാക്കേജിംഗ് റിക്വയർമെൻറ്റ്സ്. സെർട്ടൈൻ നാഷൻസ് ഇൻസിസ്റ്റ് പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ, യൂറോപ്യൻ യൂണിയൻ ഇൻസിസ്റ്റ് ഓൺ റീസൈക്കിൾ ബിൻ പാക്കിംഗ് മെറ്റീരിയൽ, അതർവൈസ് ഇമ്പോർട്ട് ഗുഡ്സ് മേ ബി റിജക്റ്റഡ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു, അതല്ലാത്ത പ്രൊഡക്റ്റുകളെ റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പാക്കേജിംഗ് റിക്വയർമെൻറ്റ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, നോൺ താരിഫ് ബാരിയേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തതാണ് കൺസുലർ ഫോർമാലിറ്റീസ്. എ നമ്പേഴ്സ് ഓഫ് ഇമ്പോർട്ടിംഗ്
countries demand that the shipping document should include consular invoice certified by their consulate station in the exporting country. Exporting countryയുടെ കോൺസുലേറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോക്യുമെൻസുകൾ വെരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻവോയ്സുകൾ സർട്ടിഫൈ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമാണ്, അങ്ങനെയുള്ള ഇൻവോയ്സുകൾ മാത്രമാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഫോർമാലിറ്റീസിനെയാണ് നമ്മൾ കോൺസുലാർ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. ഇതൊരു നോൺ താരിഫ് ബാരിയർ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റേറ്റ് ട്രേഡിംഗ്. ഇൻ സം കൺട്രീസ് ലൈക്ക് ഇന്ത്യ, certain items are imported or exported only through canalizing agencies. Individual importers or exporters are not allowed to import or export canalized item directly on their own. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു കനാലിലൂടെ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് നടത്തുന്നത്. അങ്ങനെയുള്ള ട്രേഡിംഗ്, സ്റ്റേറ്റ് വൈസ് ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ടായിരിക്കും രാജ്യത്തേക്ക് ഒരു ഇമ്പോർട്ടിംഗ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ്. സം നേഷൻസ് ഫോം ട്രേഡിംഗ് ഗ്രൂപ്പ് ഫോർ preferential arrangement in respect of trade amongst themselves. Import from the member countries are given preference, whereas those from other countries are subject to various tariff and other regulations. ഇവിടെ എന്താണ്, ചില രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുന്നു. മുൻകൂട്ടി ധാരണയോടുകൂടി അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അതല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് താരിഫും മറ്റു റെഗുലേഷൻസും ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ചെയ്യുന്നത്. ഇനി 9ാമത്തേതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്. The importer has to ensure that adequate foreign exchange is available for importing goods by obtaining the clearance from exchange control authorities prior to the concluding of the contract with the supplier. ഇവിടെ എന്താണ്, മറ്റു രാജ്യവുമായിട്ട് ഇടപാട് നടത്തുന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രേഡിംഗ് നടക്കുന്നു. മറ്റൊന്നാണ് അതർ നോൺ താരിഫ് ബാരിയേഴ്സ്. ഇതല്ലാതെ മറ്റു നോൺ താരിഫ് ബാരിയേഴ്സ് ആണ് പറയുന്നത്. ഹെൽത്ത് സേഫ്റ്റി റെഗുലേഷൻസ്, ടെക്നിക്കൽ ഫോർമാലിറ്റീസ്, എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ്, എംബാർഗസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. ഇനി അടുത്തതാണ് ടേംസ് ഓഫ് ട്രേഡ്. Terms of trade is a measures of how much import an economy can get for a units of export of goods. എന്താണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്? ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ എത്ര പ്രൊഡക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടേംസ് ഓഫ് ട്രേഡിലൂടെ കണക്കാക്കുന്നത്. A country's terms of trade measure country's എക്സ്പോർട്ട് പ്രൈസ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് ഇമ്പോർട്ട് പ്രൈസ്. ഒരു രാജ്യത്തെ ടേംസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്നത് ആ രാജ്യത്തെ ഇമ്പോർട്ട് പ്രൈസും അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൈസും നോക്കിയിട്ടാണ് ആ രാജ്യത്തെ ടേംസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ് ഇൻറ്റു 100. ഇത് വെച്ചുകൊണ്ടാണ് ടേംസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഓവർ എ ഗിവൺ പീരീഡ് ദ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ് റൈസ്ഡ് ബൈ 10%. എക്സ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്തു, 10% വർദ്ധിച്ചു. ആൻഡ് ദ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ് ബൈ 5%. എന്ത് ചെയ്തു, ഇവിടെ ഇമ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്തു, 5% വർദ്ധിച്ചു. ആൻഡ് ടേംസ് ഓഫ് ട്രേഡ് ഈസ് 110 ഡിവൈഡ് ഇൻറ്റു 110 divided by 105 into 100 is equal to 104.8. This means
ഇവിടെ എന്താണ് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തതാണ് 110 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 100 അപ്പോൾ 104.8 അതാണ് ആൻസർ കിട്ടുന്നത്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ദ ടേംസ് ഓഫ് ട്രേഡ് ഹാവ് ഇംപ്രൂവ്ഡ് ബൈ 4.8%. 4.8% എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. വെൻ ദ ടേംസ് ഓഫ് ട്രേഡ് റൈസ് എബവ് ദ 100, 100-നേക്കാൾ മുകളിലാണ് ഇവിടെ ടേംസ് ഓഫ് ട്രേഡ് എങ്കിൽ they are said to be improving. അങ്ങനെയാണെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് എന്താണ്? ഇവിടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. when they fall below 100, 100-ൽ താഴെയാണ് ടേംസ് ഓഫ് ട്രേഡ് എങ്കിൽ are to be worsening, അഥവാ വളരെ മോശം സാഹചര്യത്തിലാണ് ഇവിടെ ടേംസ് ഓഫ് ട്രേഡ് ഉള്ളത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. worsening of terms of trade. എന്താണ് worsening of terms of trade? A worsening of terms of trade indicate that a country has to export more to purchase given quantity of import. ഇവിടെ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമുള്ള സാഹചര്യത്തിലാണ് worsening of trade സംഭവിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു? മറികടക്കണമെങ്കിൽ എക്സ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നു? കുറയ്ക്കേണ്ട സാഹചര്യവും വരുന്നു. ഇതാണ് വേഴ്സണിങ് ഓഫ് ടേംസ് ഓഫ് ട്രേഡിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.